ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കി കോൺഗ്രസ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കില്ല. പകരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം ഉന്നത നേതാക്കൾ എടുത്തു. ഇതോടെ നിയമസഭയിൽ കോൺഗ്രസ് MLA-മാർക്കൊപ്പം രാഹുലിന് ഇരിക്കാനാകില്ല. രാഹുലിനെതിരായ നടപടി മാതൃകാപരമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസിന്റേത് ഒത്തുകളിയെന്ന് CPIM ആരോപിക്കുന്നു. ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നതിൻ്റെ സൂചനയാണ്. അതായത് ഒരു പാർട്ടി അംഗത്തിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സസ്പെൻഷൻ. അതായത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് ആണ്, സ്ഥാനാർത്ഥിയാക്കിയത് UDF ആണ്. ആ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തൂങ്ങണോ വേണ്ടേ എന്നുള്ളത് രാഹുലിന് തീരുമാനിക്കാം. പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ വന്നാൽ അന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഏറ്റവും മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് വന്നിട്ടുള്ളത്. കേരളത്തിൽ സമാന സാഹചര്യങ്ങളുണ്ടായി ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യില്ല. ഇത് നമ്മുടെ പാർട്ടിക്കകത്ത് ഒരു സ്ത്രീയുടെ ഒരു പരാതിയെക്കുറിച്ച് കേട്ടാൽ അതിനോട് ഞങ്ങൾ കാണിക്കേണ്ട സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. അതല്ല ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെതായ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിലുള്ള തീരുമാനമാണ് ഈ വന്നത് എന്നാണ് എന്റെ വിശ്വാസം. ചേരുന്നു R. റോഷിപാൽ, നോബൽ മാരിക്കാരൻ, TV പ്രസാദ്, പ്രവീൺ പുരുഷോത്തമൻ, ഇക്ബാൽ അറക്കൽ, അർജുൻ കല്യാൺ. ആദ്യം R. റോഷിപാലിലേക്ക്. ഗുഡ് മോർണിംഗ് റോഷിപാൽ. സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. MLA സ്ഥാനത്ത് തുടരാം. പക്ഷേ ആ MLA സ്ഥാനത്ത് തുടരുമ്പോഴും കോൺഗ്രസിന്റെ MLA ആയി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പ്രതിപക്ഷ നിരയിൽ നേരത്തെ ഇരുന്ന ഇരിപ്പിടത്തിലിരിക്കാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത സമ്മേളനത്തിൽ? സുജയ പാർവതി, അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നിരയിൽ പ്രതിപക്ഷ നിരയിൽ MLA ആയി ഇരിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് നേതൃത്വം ലൈംഗിക ആരോപണ കേസിൽ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വെറും MLA ആയി നിയമസഭയ്ക്കകത്ത് പോകാം. പാലക്കാട്ട് ജനപ്രതിനിധി എന്ന നിലയിൽ പാലക്കാട്ടേക്കും പോകാം. ഏതായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഇനി അതിഥിയായോ അല്ലെങ്കിൽ അവിടെ കാണിയായി പോലും എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് പാടില്ല. ഏതായാലും എത്ര കാലത്തേക്കാണെന്ന് കൃത്യമായി അല്പസമയത്തിനകം KPC അധ്യക്ഷൻ തന്നെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട തുടർ വിശദീകരണങ്ങളുണ്ടാകും. ഏതായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകില്ല എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സസ്പെൻഷൻ ഒരുപക്ഷെ അന്വേഷണം നടത്തി പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടത് MLA സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണമെന്നായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്നായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കരുതലോടെ ഒരു സംരക്ഷണം നൽകുന്ന കാഴ്ചയാണ് ഒടുവിൽ കണ്ടത്. അതിന് ഉള്ള ന്യായീകരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ തിരിച്ചടിയുണ്ടാകുമെന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തെളിവുകളുണ്ട്. അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ എതിരാളികൾ, പ്രത്യേകിച്ച് BJP ആകട്ടെ CPM ആകട്ടെ, എല്ലാവരും അത് ഉപയോഗിക്കും. സ്വാഭാവികമായും UDFന്റെ പരാജയത്തിന് അത് വഴിയൊരുക്കിയേക്കും എന്ന വിലയിരുത്തൽ. ഇതോടുകൂടിയാണ് നേരത്തെ കടുപ്പിച്ച നേതാക്കളൊക്കെ പതുക്കെ പിന്മാറിയത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച പല നേതാക്കളും ഇപ്പോഴും നിലപാട് മാറ്റിയിട്ടില്ല. അതേ സംരക്ഷണ വലയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിക്കകത്ത് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും നാണം കെട്ടാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരും. നിയമസഭയ്ക്കകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും LDF നിയമസഭാ അംഗങ്ങളുടെ പ്രതിഷേധം അഭിമുഖീകരിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. ഓക്കെ റോഷിപാൽ, നമുക്ക് ഹൈക്കമാൻഡിന് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേൾക്കാം. നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. മുഖം രക്ഷിക്കാൻ ഒരു സസ്പെൻഷൻ, അത്രയല്ലേ ഇപ്പോഴത്തെ ഈ നടപടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ? ഇതൊരു തുടക്കം മാത്രമാണോ? ഉചിതമായ നടപടി ഉണ്ടാകുമെന്നൊക്കെയാണല്ലോ AICC ജനറൽ സെക്രട്ടറി ഒക്കെ ഇന്നലെ പറഞ്ഞത്. ഹൈക്കമാൻഡ് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സുജയ, ഇപ്പോൾ വന്നിരിക്കുന്നത് മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന രീതിയിൽ മാത്രം വിലയിരുത്തിയാൽ മതി. കാരണം ഹൈക്കമാൻഡ് നേരത്തെ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കട്ടെ എന്നൊരു നിലപാട് ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാടിനൊപ്പം പോയാൽ മതി എന്ന് പിന്നീട് അവർ അതിലൊരു പുനഃചിന്തനം നടത്തുകയും ചെയ്തു. എന്താണെങ്കിൽ സംസ്ഥാനത്തെ നേതൃത്വം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടനെ സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം അതിനൊപ്പം തന്നെയാണ് ഹൈക്കമാൻഡ് എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഉള്ളത്. ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രതികരണം ഈ നിമിഷം വരെ ഇതിൽ പുറത്തേക്ക് വന്നിട്ടില്ല. നമ്മൾ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ സംസാരിക്കുമ്പോഴെല്ലാം അവർ ഇതിൽ സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ നിലപാട്
നിലപാട് അറിയിക്കും, അതിനുശേഷം പ്രതികരിക്കാം എന്നാണ്. പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്നും ആ സിസ്റ്റം പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് കെ സി വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ദേശീയ തലത്തിലടക്കം ഈ വിഷയം സജീവമായി തന്നെ BJP ഉയർത്തുന്നൊരു സാഹചര്യമുണ്ട്. കോൺഗ്രസിനെതിരെ നേരത്തെ പ്രജ്വൽ രേവണ്ണ വിഷയം ഏത് തരത്തിലായിരുന്നു കോൺഗ്രസ് ഉയർത്തിയത്, അതേ തരത്തിൽ ഈ വിഷയം കോൺഗ്രസിനെതിരെ BJP ഉയർത്തുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ കോൺഗ്രസിന് വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാവുകയും കോൺഗ്രസ് അത് പ്രതിരോധിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി വരും. എന്താണെങ്കിലും ഇപ്പോൾ സസ്പെൻഷനിലൂടെ കോൺഗ്രസ് അത് മറികടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നമ്മൾ കെ സി വേണുഗോപാലിന്റെ അടക്കം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ സണ്ണി ജോസഫ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ച ശേഷം മാത്രമായിരിക്കും, എന്താണെങ്കിലും KPCC അധ്യക്ഷന്റെ പ്രസ് മീറ്റിന് ശേഷം മാത്രമായിരിക്കും എന്താണെങ്കിലും കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് പ്രധാന നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം എന്താണെങ്കിലും നടത്തുകയുള്ളൂ. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എടുത്ത രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത തീരുമാനത്തിനൊപ്പം തന്നെയാണ് ഹൈക്കമാൻഡ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത്തരത്തിൽ ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ശ്രമിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ സുജയ. ഓക്കെ നോബൽ, നമുക്ക് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സസ്പെൻഷന് ശേഷം എന്തെങ്കിലും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതുകൂടി അറിയണമല്ലോ. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. അടൂരിലെ വീട്ടിൽ തുടരുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇപ്പോൾ പാർട്ടി കൈവിടുന്ന ഒരു ഘട്ടം, എന്നാൽ പൂർണ്ണമായും കൈവിട്ടു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിൽ ആശ്വാസമാണോ ആശങ്കയാണോ? എന്താണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന്, രാഹുലിന്റെ ഒപ്പമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? സുജയ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ അടൂർ നെല്ലിമൂടിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ KPCC അധ്യക്ഷന്റെ ആ ഒരു നിലപാട് വ്യക്തമാക്കലിന് ശേഷം ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളെ കണ്ടേക്കാം. അത് അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുള്ളത്. ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധത്തിൽ തന്നെ എന്ന് പറയാം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിലൂടെ തന്നെ ആ ഒരു പ്രതിരോധത്തിലേക്ക് കൂടുതൽ പോയിരിക്കുന്നു എന്ന് പറയാം. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാം കണ്ടതാണ്, ന്യായീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഈ സസ്പെൻഷൻ നടപടിയിൽ ഒരു പക്ഷേ പ്രതികരണം വന്നേക്കാം. അതിലുപരി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തുറന്ന് മാധ്യമങ്ങളോടെ അറിയിച്ചതുപോലെയുള്ള മറ്റെന്തെങ്കിലും സൂചനകൾ കൂടി, ന്യായീകരണത്തിനുള്ള കാര്യങ്ങൾ കൂടി പറയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. കോൺഗ്രസ് നേതൃത്വം, അതായത് DCC നേതൃത്വമോ യൂത്ത് കോൺഗ്രസ് നേതൃത്വമോ ഒന്നും ഈ ഒരു നടപടിക്ക് ശേഷം ഇവിടേക്ക് വന്നിട്ടില്ല. ഇന്നലെയും വളരെ ചുരുക്കം ചില സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലുള്ളത്. ഏതായാലും KPCC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയാണുള്ളത്. സുജയ. ഓക്കെ, ഇനി KPCCയുടെ വിശദീകരണം എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത്. അർജുൻ കല്യാട് ഉണ്ട് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഈ സസ്പെൻഷനിൽ ഒതുക്കിയത് എന്തുകൊണ്ട് എന്നതടക്കം, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ ഞങ്ങൾ കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ന്യായീകരിക്കാനും സാധിക്കും. എപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക? സുജിയ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് KPCC അധ്യക്ഷന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതിയുടെ ആദ്യഘട്ടം മുതൽ ഏറ്റവും അവസാനം ഉയർന്നു വന്ന ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉൾപ്പെട്ട ശബ്ദ സന്ദേശം പുറത്തു വന്ന ഘട്ടത്തിലും അദ്ദേഹം ഇത്രയും വിശദമായ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകരെ